ബാങ്ക് കലാമല്ല പറയുന്നത്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا، ورب تمن بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ നെറ്റ് പഠിതാക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 നമുക്കറിയാം, മഹ്ജർ ലിറ്ററേച്ചറും അതുപോലെ സ്പെയിൻ അന്തലൂസിയൻ ലിറ്ററേച്ചറും ചേർന്നിട്ടുള്ള ഭാഗമാണ്. രണ്ട് ഭാഗത്തു നിന്നും വളരെ കുറഞ്ഞ ആളുകൾ ചേർത്ത് വെച്ചൊരു യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. വഴിയെ കാര്യങ്ങൾ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മള് ബിസ്മില്ലാഹ് ഒന്നാമത്തെ ഇതിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം, ലൈസ മിൻ മുഅല്ലഫാത്തി ഈലിയ അബു മാമി. ഈലിയ അബു മാമിയുടേതല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അൽ ജദാവിൽ, മദീനത്തുൻ ബിലാ ഖൽബ്, തിബ്ർ വ തുറാബ്, അൽ ഖമാഇൽ. ഇതിൽ ഈലിയ അബു മാവിയുടേതല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. ലൈസ മിൻ മുഅല്ലഫാത്തി ഈലിയ അബു മാവി, അൽ ജദാവിൽ, മദീനത്തുൻ ബിലാ ഖൽബ്, തിബ്ർ വ തുറാബ്, ഖമാഇൽ. വോയിസ് ഓക്കെ ആണെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം കേട്ടോ. എല്ലാവരും ആൻസർ പറയണേ. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്, മദീനത്തുൻ ബിലാ ഖൽബ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അല്ലാത്തത്. മറ്റു 3 രചനകളും ആരുടേതാണ്? ഈലിയ അബു മാവിയുടേതാണ്. അൽ ജദാവിൽ, തിബ്ർ വ തുറാബ്, ഖമാഇൽ. ഓക്കെ, മദീനത്തുൻ ബിലാ ഖൽബ് അഹ്മദ് അബ്ദുൽ മുഅത്തി അൽ ഹിജാസിയുടെ രചനയാണ്. അഹ്മദ് അബ്ദുൽ മുഅത്തി അൽ ഹിജാസി ഇന്നലെ നമ്മുടെ ചർച്ചയിൽ വന്ന ഒരാളാണ്. ഇദ്ദേഹം ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? അഹ്മദ് അബ്ദുൽ മുഅത്തി അൽ ഹിജാസി ഇന്നലെ നമ്മുടെ ഡിസ്കഷനിൽ വന്നു പോയ ഒരാളാണ്. ആരാണ്? ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് പരാമർശമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് ഇന്നലെ? യെസ്, ഷിയറുൽ ഹുറിന്റെ ആളായിരുന്നു അദ്ദേഹം അല്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു ബാരിക് ഫീക്. അഹ്മദ് അബ്ദുൽ മുഅത്തി അൽ ഹിജാസി. ഓക്കെ, ഷിയറുൽ ഹുറിന്റെ ആളാണ് അദ്ദേഹം. ഓക്കെ, മദീനത്തുൻ ബിലാ ഖൽബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രചനയാണ്. ഈലിയ അബു മാവിയുടെ പ്രധാനപ്പെട്ട രചനകൾ ഇതൊക്കെയാണ്. വളരെ കുറഞ്ഞ രചനകളേ ഉള്ളൂ. അതിൽ ശ്രദ്ധിക്കേണ്ട രചനകളാണ്. ഒന്ന്, തിദ്കാറുൽ മാലി, 1911 പബ്ലിഷ് ചെയ്തത് തിദ്കാറുൽ മാലി. മറ്റൊന്ന് ദീവാനു ഈലിയ അബു മാലി എന്നാണ് കേട്ടോ, ടൈപ്പ് ഓർഡറാണ്. ദീവാനു ഈലിയ അബു മാലി 1918, അൽ ജദാവിൽ 1927, ഖമാഇൽ 1940, തിബ്ർ വ തുറാബ് 1960. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് തിബ്ർ വ തുറാബ് പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ട വർഷം ഏതാണ്? ഈലിയ അബു മാലി മരണപ്പെട്ട വർഷം 1957. യെസ്, 1957 ഈലിയ അബു മാലി മരണപ്പെടുന്നത്. ജനിച്ച വർഷം പെട്ടെന്ന് പറയോ? 1889. യെസ്, 1889 ജനിച്ച് 1957 ഈലിയ അബു മാലി മരണപ്പെടുന്നത്. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇതൊക്കെയാണ്: തിദ്കാറുൽ മാലി, ദീവാൻ ഈലിയ അബു മാലി, ജദാവിൽ, ഖമാഇൽ, തിബ്ർ വ തുറാബ് എന്നിങ്ങനെയുള്ള രചനകളാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സഹമ ഫി ഫിത്നത്തിലെത്തി സൽസലത്തു ദൗലത്തുൽ ഉമവിയ. അന്തലൂസിയയിൽ ഉമവി ഭരണത്തിന് അന്ത്യം കുറിച്ച ആ ഫിത്നയിൽ, പ്രക്ഷോഭത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തിത്വം ആര് എന്നാണ് ചോദ്യം. ഇബ്നു സൈദൂൻ, ഇബ്നു ഹുമൈദിസ്, ലിസാനുദ്ദീൻ അൽ ഖത്തീബ്, ഇബ്നു ഖഫാജ്. ഇതിനാരാണ് ഉമവി ഭരണത്തിന് തിരശ്ശീലയിട്ട ആ പ്രക്ഷോഭത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തിത്വം എന്നാണ് ചോദ്യം. സഹമ ഫി ഫിത്നത്തിലെത്തി സൽസലത്തു ദൗലത്തുൽ ഉമവിയ. ഓപ്ഷൻസ്: ഇബ്നു സൈദൂൻ, ഇബ്നു ഹുമൈദിസ്, ലിസാനുദ്ദീൻ അൽ ഖത്തീബ്, ഇബ്നു ഖഫാജ്. ആരാണ് അന്തലൂസിയയിലെ
ഉമവി ഭരണത്തിന്റെ തിരശ്ശീലയിട്ട ആ പ്രക്ഷോഭത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തിത്വം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഇബ്നു സൈദൂനാണ് കേട്ടോ. ഇബ്നു സൈദൂനാണ്. ബനു ജുഹൂർ ഗോത്രക്കാർ എന്ന ഭരണകൂടമാണ് എന്താകുന്നത് അവിടെ ഉമവി ഭരണത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത്. അപ്പൊ അവരെ സഹായിച്ച ആളാണ് ആര്? ഇബ്നു സൈദൂൻ എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ മന്ത്രിയായും അവരുടെ പ്രധാനപ്പെട്ട കവിയൊക്കെ ആയി ആര് മാറുകയും ചെയ്തിട്ടുണ്ട്? ഇബ്നു സൈദൂൻ മാറുകയൊക്കെ ചെയ്തിരുന്നു എന്നറിയാം. പിന്നീട് അവിടെ കുറെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, വഴിയെ നമ്മൾ വിശദീകരിക്കട്ടെ. എന്തായാലും ഇബ്നു സൈദൂനാണ് ആ വ്യക്തിത്വം. നെക്സ്റ്റ് ചോദ്യം നോക്കാം. റത്തിബ് അശ്ശുഅറാ അൽ മദ്കൂരിന അദ്നാഹു ഹസ്ബ തവാരീഖി വഫാത്തിഹി. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറയുന്നത്. റഷീദ് സലീം അൽ ഖൂരി, റഷീദ് അയ്യൂബ്, ഇല്യാസ് ഫർഹാത്ത്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. മരണ ഓർഡർ അനുസരിച്ചാണ് ക്രമീകരിക്കേണ്ടത്. റഷീദ് സലീം അൽ ഖൂരി, റഷീദ് അയ്യൂബ്, ഇല്യാസ് ഫർഹാത്ത്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. എല്ലാവരും ആൻസർ പറയണേ, തെറ്റിയാലും പ്രശ്നമല്ല കേട്ടോ. നമുക്ക് നോക്കാം ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ആദ്യം മരണപ്പെടുന്നവരാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ്. ഏത് വർഷം? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മരണപ്പെട്ട വർഷം 931. പിന്നീട് വരുന്നത് റഷീദ് അയ്യൂബാണ്. വർഷം 41. ശേഷം ഇല്യാസ് ഫർഹാത്താണ് 77. പിന്നീട് വരുന്നത് റഷീദ് സലീം അൽ ഖൂരിയാണ് 84. ഇത് നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ കേട്ടോ. ഇതാണ് മഹജറിൽ വരുന്ന ആളുകളുടെ ജന്മ മരണം വരുന്നത് എങ്ങനെയാണ്. റഷീദ് അയ്യൂബാണ് ആദ്യം ജനിക്കുന്നത്. 1871 ജനിച്ച് 941 മരണപ്പെടുന്നു. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ 1883 931. നസീബ് ഒറൈല 887 946 മരണം. റഷീദ് സലീം അൽ ഖൂരി 887 984 മരണം. വിശാൽ മാലൂഫ് 1889 ജനിച്ച് 942 മരണം. ഇലിയ അബൂമാലി 1889 ജനനം 987 മരണം. മിഖായിൽ നൊയ്മ 1889 മരണം 1988. ഇല്യാസ് ഫർഹാത്ത് 1893 ജനിച്ച് 1977 ഇല്യാസ് ഫർഹാത്ത് മരണപ്പെടുന്നത്. ഓക്കെ, ഞാനിവിടെ ജനന ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. മരണ ഓർഡറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇതില് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 1889 മൂന്നാളുകൾ ജനിച്ചിട്ടുണ്ട്. മിഷാൽ മാലൂഫ് ഇവിടെ പറഞ്ഞു, ഇലിയ അബൂമാലി പറഞ്ഞു, മിഖായിൽ എന്ന് പറഞ്ഞു. ഇനിയും രണ്ടാളുകളെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ആരാണെന്ന് പറയാൻ പറ്റുമോ? യെസ്, അങ്ങനെ 5 ആളുകൾ ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടാവട്ടെ, സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്കിനി. ഷാഇർ അന്ദലുസിയൻ ولد وتوفي بمدينة الشقر وله شهرة بوصف التبيع.
അന്തലൂസിയൻ കവിയാണ്. ജനിച്ചതും മരിച്ചതുമൊക്കെ ഷിഖർ ഉപദ്വീപിലാണ്. അദ്ദേഹത്തിന് പ്രകൃതി വർണ്ണനെക്കുറിച്ച് ധാരാളം കവിതകൾ പാടിയ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇതാരെക്കുറിച്ചാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇബ്നു അബ്ബാദ് അൽ ഖസ്സാർ, ഇബ്നു ഹാനി, ഇബ്നു സൈദൂൻ, ഇബ്നു ഖഫാജ. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലാന്ന് കരുതുന്നു. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ആവശ്യമില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മരണവും ജനനവും രണ്ട് സ്ഥലത്തല്ലേ? നോക്കാം. ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ആരാ നോക്കാം. ഇബ്നു അബ്ബാദ് അൽ ഖസ്സാർ, ഇബ്നു ഹാനി, ഇബ്നു സൈദൂൻ, ഇബ്നു ഖഫാജ. ഇതിലാരാണ് ഷിഖർ ഉപദ്വീപിൽ ജനിച്ച് അവിടെ തന്നെ മരണപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇബ്നു ഖഫാജയാണ് ആൻസർ. ഇബ്നു ഖഫാജയാണ് ആൻസർ വരുന്നത്. ഇബ്നു ഖഫാജ എന്ന് പറയുന്നത് പ്രകൃതിയെ വർണ്ണിച്ച് പാടിയ ആള് കൂടിയാണ്. ഷാഇറു തബിയ എന്ന പേരിൽ പ്രശസ്തനായ ആൾ കൂടിയാണ് ആര്? ഇബ്നു ഖഫാജ എന്ന് പറയുന്നത്. ഷാഇറു തബിയത്ത് എന്നുള്ള ലഖബ് തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുകൂടി കാണാൻ കഴിയും. ഷാഇറു തബിയ, ഷാഇറു ഫന്നി വൽ ജമാൽ എന്നിങ്ങനെയുള്ള ധാരാളം ലഖബുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഷിഖർ ദ്വീപിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ ഷിഖർ എന്ന് പറയുന്നത് ഷാത്തിബയുടെയും വലൻസിയയുടെയും ഇടയിലുള്ള സ്ഥലമാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷിഖർ ഉപദ്വീപ് എന്ന് പറയുന്നത് ഷാത്തിബയുടെയും വലൻസിയയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സ്പെയിനിലെ വളരെ പ്രസിദ്ധമായ പട്ടണങ്ങളാണ് ഷാത്തിബ, വലൻസിയ എന്നൊക്കെ പറയുന്ന പട്ടണങ്ങൾ. ഓക്കെ, വലൻസിയ അല്ലേ? വലൻസിയയുടെയും ഷാത്തിബയുടെയും ഇടയിലുള്ള പ്രദേശമാണ് ഷിഖർ ഉപദ്വീപ്. അവിടെയാണ് ഇബ്നു ഖഫാജ ജനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അക്സർ ഷുഅറാ അൽ മുഹാജിരീന മിൻ ആലം അൽ അറബി കാനു മിൻ അബ്നാഇ സൂരിയ വ ഫിലസ്തീൻ, സൂരിയ വ ലുബ്നാൻ, മിസ്ർ വ ഫിലസ്തീൻ, സൂരിയ വൽ ഇറാഖ്. ഓക്കെയാണോ? നോക്കാം നമുക്ക്. സിറിയ ഓ ലബനാൻ എന്നുള്ളതാണ്. സിറിയക്ക് നിന്നും ലബനോനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ എന്തായത് കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ധാരാളം കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഒന്ന്, ഈ സിറിയ ലബനാൻ എന്ന് പറയുന്നത് പഴയ ഷാമിന്റെ ഭാഗമാണ്. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് അവിടെയുള്ള ഭരണം നഷ്ടമായപ്പോഴാണ് അതെന്തായത് വിവിധ രാഷ്ട്രങ്ങളായി പകുത്തത്. സിറിയയും ലബനോനും ജോർദാനും ഒക്കെ ഫലസ്തീനും ഒക്കെ ആയി 4 രാജ്യങ്ങളായി എന്തായത് അത് വിഭജിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടോമൻ ഭരണത്തിന് കീഴിൽ വളരെയധികം സാമ്പത്തികവും രാഷ്ട്രീയവുമായ അരക്ഷിതാവസ്ഥയിലൂടെയായിരുന്നു ഈ ദേശങ്ങളൊക്കെ കടന്നുപോയിരുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കൂടിയാണ് അവരെന്തായത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് എന്ന് കാണാം. ഓക്കെ, എന്തായാലും സിറിയ, ലബനാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകളും മഹജറിലേക്ക് എന്തായത് പലായനം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കാനത്ത് ഹയാത്ത് ജിബ്രാൻ ലയ്യിനത്തുൻ ബിൽ കുഫ്രി വൽ ഇൽഹാദ് والاندفاع وراء الشهوات الجسدية لقد نحرت حبكة على مذهب شهوتي يا جبران أبث مصابا بداء الكلام ولا تكن تخجل من كل ما فيك من ضعف بشري تعكف عليه فتستره حيلة من الكلام الجميل. ഇതാരുടെ വാചകമാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ.
ഒക്കെ നമുക്ക് നോക്കാം. ഇതാരുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ ജിബ്രാൻ തന്നെ പറയുന്നതാണ്. ജിബ്രാൻ നഫ്സഹു മുതഅസ്സിഫൻ, ജിബ്രാൻ സ്വന്തത്തെ തന്നെ എന്താണ് ആശ്വസിപ്പിക്കുകയാണ്, വേദനയോടുകൂടി പറയുന്ന വാചകമാണിത്. നെക്സ്റ്റ് ചോദ്യം. ഉമ്മ ഷെയറും ഷഫീഖ് മാലൂഫ് വ അബി മാലി വ ഔറൈല വ നുഐമ ഫഫീഹി മിനൽ ഖദീമി വൽ ജദീദ് മഅൻ എന്ന് പറയുന്നത് ആരെ? ഉമ്മ ഷെയറും ഷഫീഖ് മാലൂഫ് വ അബു മാലി ഇലി അബു മാലി നസീബ് ഔറൈല നുഐമ ففيه من القديم والجديد معا قاله محمد حسين هيكل، محمد مندور، عباس محمود النقاد، شوقي ليث. ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മള് ഇബ്നു ഖഫാദയുടെ വിഷയം പറഞ്ഞപ്പോ ജനിച്ചത് ഷക്കർ ഉപദ്വീപിലാണ്. മരിച്ചതിനെ സംബന്ധിച്ച് ചില ഇതുകളിൽ, ചില റിപ്പോർട്ടുകളിൽ, ചില കിതാബുകളിൽ എന്ത് കാണാം, മുഖാത്തഅത്തു ബലൻസിയ എന്നുള്ള ഒരു പരാമർശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്താണ്, ഷക്കർ ഉപദ്വീപ് തന്നെയാണ് കേട്ടോ. ഷാത്തിബ ബലൻസിയ എന്നൊക്കെ പറയുന്നത് സ്പെയിനിലെ വളരെ പ്രശസ്തമായ പട്ടണങ്ങളാണ്. അബുൽ ബക്കാഉർ റന്ദി സ്പെയിനിനെ പ്രസായി എഴുതിയ കവിതയിൽ ചോദിക്കുന്ന കാണാം, ഐന ഷാത്തിബത്തുൻ ഐന ബലൻസിയത്തുൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രതാപൈശ്വര്യങ്ങൾ മുറ്റി നിന്നിരുന്ന നിങ്ങളുടെ പട്ടണങ്ങളായ ബലൻസിയയും ഷാത്തിബയൊക്കെ എവിടെ അസ്തമിച്ചു പോയി എന്ന് വളരെ സങ്കടത്തോടു കൂടി അബുൽ ബക്കാഉർ റന്ദി ചോദിക്കുന്നത് കാണാം. ഓക്കെ, എന്തായാലും അതൊന്ന് ഉണർത്തിയെന്ന് മാത്രം. അബ്ബാസ് മഹ്മൂദ് അൽ അഖാദാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടോ. ഷഫീഖ് മാലൂഫിന്റെയും ഇലിയ അബു മാലിയുടെയും നസീബ് ഉറൈലയുടെയും മിഖാൽ നഈമിയുടെയും അടക്ക കവിതകളിൽ ആധുനികവും പൗരാണികവുമായ ശൈലികൾ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിന്റെ നിരീക്ഷണം എന്ന് കാണാം. നെക്സ്റ്റ് ചോദ്യം. ഇസ്തമറ മിഷൽ മാലൂഫ് ഫി റിയാസത്തിൽ അസബത്തുൽ അൻദലുസിയ നഹ്വ, എത്ര വർഷമാണ് മിഷൽ മാലൂഫ് അസബത്തുൽ അൻദലുസിയുടെ നേതൃത്വത്തിൽ തുടർന്നത് എന്നാണ് ചോദ്യം. 6 അഅവാം, 8 അഅവാം, 9 അഅവാം, 10 അഅവാം. എത്ര വർഷമാണ് മിഷൽ മാലൂഫ് അസബത്തുൽ അൻദലുസിയുടെ നേതൃത്വത്തിൽ തുടർന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 6 അഅവാം, 8 അഅവാം, 9 അഅവാം, 10 അഅവാം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നിട്ടുള്ളത്. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഭാഗം കൂടിയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് മിഷൽ മാലൂഫ് 939 38 എന്താറുണ്ട്, 32 ഇത് സ്ഥാപിച്ചു എന്ന കണക്ക് പ്രകാരം 38 അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് എന്താവുന്നുണ്ട്, ഒരു യാത്ര പോകുന്നുണ്ട്. നാടൊക്കെ ഒന്ന് കണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ 38 യാത്ര പോയി 39 ആകുമ്പോഴേക്കും 2ാം ലോക മഹായുദ്ധത്തിന്റെ എന്താണ് അപശക്തമായ അലയൊലികൾ അങ്ങായി രൂപപ്പെട്ടു വന്നിരുന്നു. സ്വാഭാവികമായിട്ടും ലാറ്റിൻ അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം നാട്ടിൽ തന്നെ കഴിയേണ്ടി വരുന്നു. അവിടെ നിന്ന് വിവാഹം ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം എന്താവുന്നു, മരണത്തിന് കീഴടങ്ങുന്നു. 42 എന്താവുന്നു, മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ചില റിവായത്തുകളിൽ, ചില കിതാബുകളിൽ പറയുന്നതനുസരിച്ച് 38 വരെ അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത് വരെ മാത്രമാണ് ആ സ്ഥാനത്ത് തുടർന്നിരുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ ആൻസർ കീഴിൽ വന്നത് 10 വർഷം, അതായത് 32 സ്ഥാപിച്ച് 42 വരെ മരണം വരേക്കും അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി പല കിതാബുകളിലും ഉണ്ട്. ആ അഭിപ്രായത്തെയാണ് ശരി വെച്ചിട്ട് NTA ഈ ആൻസർ കീഴിൽ എന്തായിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 10 അഅവാം 10 വർഷം ആണ് ആ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെയും വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. നമ്മള് ഒരു ഓർഡർ പറഞ്ഞിരുന്നു. റാബിത്തുൽ കലമിയ 920, മദ്രസത്തുൽ ദീവാൻ 21, ജമാഅത്ത് അപ്പോള 32, അസ്ബദുൽ ഉസ്ലിയ 33 എന്നുള്ളൊരു ഓർഡർ പറഞ്ഞിരുന്നു.
അവിടെ തന്നെ 33 ടു 42 വരുമ്പോൾ 9 വർഷമാവുള്ളൂ. അല്ല, 32 തുടങ്ങി 42 വരെ എന്നുള്ള 10 വർഷത്തേക്കുള്ള ഇത് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും NTA ശരിവെച്ചത് അഷ്റത്തു ആവാം എന്നുള്ള ആൻസറാണ് കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ചോദ്യം, തറക്കബ് ഇദാ ജന്നൽ ളലാമു സിയാറത്തി ഫഇന്നി റഅയ്തു ലൈല അക്തമു ലിസ്സിദ്ദി ഖാലത്ത് ശാഇറത്തുൽ അൻദലുസിയ ഫിൽ ആഷിഖ് അല്ലദി തുഹീമു ബിഹി. തന്റെ പ്രണയബദ്ധനായ കാമുകനോട് പ്രണയിനിയായ കവയത്രി പാടിയതാണ്. ഇത് ആരാണ് എന്നാണ് ചോദ്യം. ഹഫ്സയാണോ, ഹംദൂനയാണോ, വല്ലാദ ബിൻത് മുസ്തഖ്ഫിയാണോ, ആയിഷ ആണോ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ വരികളാണ് ഇത് എന്നുള്ളത്. തറക്കബ് ഇദാ ജന്ന ളലാമു സിയാറത്തി ഫഇന്നി റഅയ്തു ലൈല അക്തമു ലിസ്സിദ്ദി. തറക്കബ്, നീ കാത്തിരിക്കുക. ഇദാ ജന്നൽ ളലാമു, ഇരുട്ടതിന്റെ കനകാന്തീരത്തിലേക്ക് എത്തുന്നത്. അത് കൂരാക്കൂരിട്ടാകുന്നത്. സിയാറത്തി, എന്നെ സന്ദർശിക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരണം എന്ത്? ഫഇന്നി റഅയ്തു, തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു, അല്ലൈല, രാത്രിയെ, അക്തമു ലിസ്സിദ്ദി, രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? രാത്രിയുടെ കൂരാക്കൂരിട്ടാണ് എന്ന് കാമുകി കാമുകനോട് പറയാണ്. ഏത് കാമുകിയാണ് എന്നാണ് ചോദ്യം. വല്ലാദ ബിൻത് അൽ മുസ്തഖ്ഫി ഇബ്നു സൈദൂനോട് പാടുന്ന വരികളാണ് അല്ലെ. തറക്കബ് ഇദാ ജന്നൽ ളലാമ സിയാറത്തി ഫഇന്നി റഅയ്തു ലൈല അക്തമു ലിസ്സിദ്ദി എന്ന് പറയുന്നു. നെക്സ്റ്റ് ചോദ്യം, അലാ തൻഷുദ്നി ലിമലീഹിൽ അൻദുലുസ് ഖാലഹുൽ മുത്തനബ്ബി ലിൽ വലീദുൽ അൻദുലുസ്. മുത്തനബ്ബി വലീദുൽ അൻദുലുസിനോട് പറഞ്ഞതാണ്. ഇത് ആരെ കുറിച്ചാണ് മുത്തനബ്ബി ഇത് പറയുന്നത് എന്നാണ് ചോദ്യം. അലാ തൻഷുദ്നി ലിമലീഹിൽ അൻദുലുസ്. ഓപ്ഷൻസ്: ഇബ്നു ഹാനിർ, ഇബ്നു അബ്ദു റബ്ബ, ഇബ്നു ഖഫാജ, ലിസാനുദ്ദീൻ അൽ ഖത്തീബ്. എല്ലാവരും ആൻസർ പറയണം കേട്ടോ. എത്തിയാലും പ്രശ്നമൊന്നുമില്ല. നോക്കാം നമുക്ക്. ഇബ്നു അബ്ദു റബ്ബയാണ് കേട്ടോ. ഇബ്നു അബ്ദു റബ്ബയാണ്. വലീദുൽ അൻദുലുസി ഹജ്ജ് ചെയ്യാൻ വേണ്ടി സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ഈജിപ്തിലെത്തി. ഈജിപ്തിൽ വഴിമധ്യേ മസ്ജിദ് അംറുൽ ആസിൽ വെച്ചിട്ട് മുത്തനബിയെ കണ്ടുമുട്ടുന്നു. വിശ്വശരീരനായ കവിശ്രേഷ്ഠൻ മുത്തനബിയുമായിട്ട് അവരെന്താവുന്നു, ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ സംഭാഷണത്തിനിടയിൽ മുത്തനബി ചോദിക്കുകയാണ്, അലാ തൻഷുദ്നി ലിമലീഹിൽ അൻദുലുസ് യാനി ഇബ്നു അബ്ദു റബ്ബ, മലീഹുൽ അൻദുലുസിന്റെ വരികൾ നിങ്ങൾ എനിക്ക് പാടിത്തരുന്നില്ലേ എന്ന് ചോദിച്ചു. അതായത് ഇബ്നു അബ്ദു റബ്ബ. അപ്പോ വലീദുൽ അൻദുലുസി എന്ത് ചെയ്തു? ഏതാനും ചില വരികൾ പാടിക്കൊടുത്തു. അത് കേട്ട സന്തോഷത്താൽ മുത്തനബി എന്തായി? കൈകൊട്ടി എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, യാ ഇബ്നു അബ്ദു റബ്ബ ലഖദ് തഅതിയകൽ ഇറാഖ് ഹബ്വ, ഇറാഖ് മുഴുവൻ നിനക്ക് എന്തായി തരും? മുട്ടിലഴിഞ്ഞു കൊണ്ടുവരും എന്ന് അവിടെ നിന്ന് മുത്തനബി പറയുകയും ചെയ്യുന്നുണ്ട്. സാഹിത്യ സാമ്രാട്ടുകൾ വാണിരുന്ന ബസ്രയും ബാഗ്ദാദും അടങ്ങുന്ന വലിയ വിഖ്യാതമായ കവിശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും ഒക്കെ വാണിരുന്ന ഇറാഖ് മുഴുവൻ അങ്ങേക്ക് മുന്നിൽ നമ്രശിരസ്കനായി കടന്നു വരുമെന്ന് മുത്തനബി എന്നാണ് ഇബ്നു അബ്ദു റബ്ബയുടെ വരികൾ കേട്ട് സന്തോഷത്താൽ പറയുന്നത്. ലഖദ് തഅതിയകൽ ഇറാഖു ഹബ്വ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സംഭവം കേട്ടോ. ഓക്കെ, മുത്തനബിയാണ് പറയുന്നത് ഇബ്നു അബ്ദു റബ്ബയെ സംബന്ധിച്ച്. നെക്സ്റ്റ് ചോദ്യം, കാന മിഷാൽ മാലൂഫ് റഈസൻ അൽ അസ്ബത്തുൽ അൻദുലുസിയ വ അമീനൻ ലിസ്സിർ. മിഷാൽ മാലൂഫ് അസ്ബത്തുൽ അൻദുലുസിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിന്റെ അമീൻ സിർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഇത് ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ വരേണ്ടതാണ്, ഞാനവിടെ വിട്ടുപോയത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തെന്ന് തോന്നല്ലോ. ഇത് ഒരു ഡൗട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിയത് ചർച്ച ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. നദീർ സൈത്തൂനാണ് അല്ലെ. നദീർ സൈത്തൂനാണ്. നെക്സ്റ്റ് ചോദ്യം, നഷത് ഹംദൂന ഫി വാദിൻ ജമീൽ. വളരെ മനോഹരമായ ഭംഗിയുള്ള ഒരു താഴ്വരയിലാണ് ഹംദൂന വളർന്നു വന്നത്. ഇത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ആഷ്, അരീഷ്, വാദി ലുഗൈബ്, അത്തംർ. ഹംദ ബിൻത് സിയാദ് അല്ലെ ഹംദൂന
എന്നൊക്കെ പറയാറുണ്ട്. തവാഫിന്റെ കാലഘട്ടത്തിലാണ് അവരുണ്ടാകുന്നത്, ജീവിക്കുന്നത്. ഇവരുടെ സഹോദരിയും സൈനബ എന്തായിരുന്നു? അവരും ഒരു കവയിത്രിയായിരുന്നു. പക്ഷെ അത്ര എന്തായിട്ടില്ല, പ്രശസ്തി അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയാം. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വാദി ആഷിലാണ് അവരെന്താണ് ജീവിച്ചത് അല്ലെ. വാദി ആഷിലാണ് ഹംദ ബിൻത് സിയാദ് അൽ മുഅദ്ദിബ് എന്നുള്ള കവയത്രി ജീവിച്ചത് എന്ന് കാണാം. ഇവരെ സനൗബരിയത്തുൽ ഉംദുലുസ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഹിന്ദുവിന്. കാരണം അവരെന്തായിട്ടുണ്ട്, പ്രകൃതിയെ വർണ്ണിച്ച് കവിതകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സനൗബരിയത്തുൽ ഉംദുലുസ് എന്ന വിശേഷണം കൂടി ഇദ്ദേഹത്തെ പറയാറുണ്ട്. സനൗബരിയുൽ ഉംദുലുസ് ആരാണ്? സനൗബരിയത്ത് ഹംദൂനെയാണ്. സനൗബരിയുൽ ഉംദുലുസ് ആരാണ്? ഇബ്നു ഹഫാജ്. ഇബ്നു ഖഫാജി, നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു ഖഫാജിയാണ്. അതുപോലെ ഖൻസ ഉൽ മഗ്രിബ്, ഷാഇറത്തുൽ ഉംദുലുസ് എന്ന ലഖബുകളൊക്കെ ആർക്കുണ്ട്? ഹംദൂനൊക്കെ ഉണ്ട്. ഖൻസ ഉൽ മഗ്രിബ്, ഷാഇറത്തുൽ ഉംദുലുസ് എന്നിങ്ങനെയുള്ള ലഖബുകളും ആർക്കുണ്ട്? ഹംദൂനൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക, സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ് വരുന്നത് ലൈസ മിൻ മുഅല്ലഫാത്ത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ അല്ലാത്ത രചന ഏത് എന്നുള്ളതാണ് ചോദ്യം. النوافل حديقة النبي آلهة الأرض رمل وزبد. ഇതിൽ ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ അല്ലാത്ത രചന ഏത് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ആണ്, നവാഫിലാണ്. മറ്റു മൂന്ന് രചനകളും ഹദീഖത്തുൻ നബി, ആലിഹത്തുൽ അർള്, റംല് വസുബ്ദ്, ഇത് മൂന്നും ആരുടേതാണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാന്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അമ്മ അഹ്ലുൽ ഉംദുലുസ് فلما كثر الشعر في قطرهم وتهذبت مناحيه وفنونه وبلغ التنميق فيه الغاية استحدث المتأخرون منهم فنا سموه بالموشح. ഇതാരുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദ്യം. ജുർജി സൈദാൻ, അൽ ജാഹിൽ, ഇസ്മായിൽ, ഇബ്നു ഖൽദൂൻ. അഹ്ലുൽ ഉംദുലുസ്, അന്തലൂസിയക്കാർ. ഫലമ്മാ കസ്റ അശ്ശിഅറു ഫീ ഖുത്രിഹിം, അവരുടെ നാട്ടിൽ കവിതകൾ എങ്ങനെ വ്യാപകമായപ്പോൾ, വതഹസ്സബത് മനാഹിഹു വഫുനൂനുഹു, അതുപോലെ അവരുടെ അതിന്റെ അരികുകളും കലകളൊക്കെ അവരെന്തായി നന്നായി സംസ്കരിച്ച് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ, വബലഗത് തൻമീഖു ഫീഹി ഗായ, അതിന്റെ വളർച്ചയുടെ പൂർണ്ണത അത് പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്തഹദസൽ മുതഅഖിറൂന മിൻഹു, അവരിൽ നിന്നുള്ള പിൽക്കാലക്കാർ അവരിൽ പുതുതായി രൂപപ്പെടുത്തിയെടുത്തു ഫന്നൻ, ഒരു കല. സമൂഹത്തിന് ഒരു പേര് നൽകി, മുവശ്ശഹ്, മുവശ്ശഹ് എന്ന പേര് നൽകി എന്ന് പറയും. ആരാണ് അത് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞതാണെന്നാണ് ചോദ്യം. ജുർജി സൈദാൻ, ജാഹിൽ, അസ്മാഇ, ഇബ്നു ഖൽദൂൻ. ഇബ്നു ഖൽദൂന്റേതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. മുവശ്ശഹിനെ കുറിച്ച് ഇബ്നു ഖൽദൂൻ പറഞ്ഞതാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണാം. നെക്സ്റ്റ് സെറ്റ്. നഷഅ അൽ അദബ് അൽ മഹ്ജരി ഫി ഫറൻസ അൽ അമേരിക്കയത്തൈൻ അൽ ഹോളണ്ട് അൽ മംലക്കത്തുൽ മുത്തഹിദ. എവിടെയാണ് അദബുൽ മഹ്ജർ വളർന്നു വന്നത് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അൽ അമേരിക്കത്തിന്, ലത്തീൻ അമേരിക്ക അല്ലെ, ബ്രസീലും അർജന്റീനയൊക്കെ ആയിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത് എന്ന് കാണാം. നെക്സ്റ്റ്. മൻ കാന അമീറു സിനാഅത്തൈനി ബൈനൽ ഉദബാ അൽ അൻദലൂസിയ്യീൻ. താഴെ തന്നിരിക്കുന്ന അന്തലൂസിയൻ സാഹിത്യകാരന്മാർക്കിടയിൽ അമീറു സിനാഅത്തൈനി എന്നറിയപ്പെടുന്നത് ആര്? ഇബ്നു സൈദൂൻ, ഇബ്നു ഹസം, ഇബ്നു തുഫൈൽ, ഇബ്നു ഷുഹൈബ്.
ഇബ്നു സൈദൂൻ, ഇബ്നു ഹസം, ഇബ്നു തുഫൈൽ, ഇബ്നു ഷഹീദ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇബ്നു സൈദൂൻ ആണ് അല്ലെ, ഇബ്നു സൈദൂൻ. സിനാഅത്തൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൽ മുറാദ് ബി സിനാഅത്തൈൻ? കേട്ടില്ല, എന്നോട് പറയാം. പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ്. സാഹിത്യവും നളുമുൻ നസറാണ്, അതുകൊണ്ടാണ്. വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അദബും സുൽത്താനും ഭരണത്തിലിരിക്കലും സാഹിത്യം. അദബും സുൽത്താനിയത്തും. യെസ്, കലമും സ്വൈഫുമാണ്. കലമ്, സ്വൈഫ്, രണ്ട് വാളും പേനയും. അതാണ് സിനാഅത്തൈൻ എന്നുള്ള വിശേഷണത്തിന് ഇദ്ദേഹത്തെ അർഹനാക്കുന്നത് കേട്ടോ. അദ്ദേഹം എന്തായിട്ടുണ്ട്? വാള് കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇബ്നു ജുഹൂർ ഭരണകൂടത്തെ സ്ഥാപിക്കാനുള്ള പോരാട്ടത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഉമവി ഭരണകൂടം തട്ടിമറിച്ചിട്ടുള്ള പോരാട്ടത്തിൽ. അതുപോലെ കലം കൊണ്ട് ഏറെക്കുറെ നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. മൻലദി ലുഖിബ മുത്തനബ്ബി അൽ ഗർബ് ബൈന ശുഅറാഇ മദ്കൂരിൻ അദ്നാ. താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് മുത്തനബ്ബി അൽ ഗർബ് എന്ന് അപരനാമമുള്ളതായി? ഇബ്നു ഹാനി, ഇബ്നു ജറാദ് അൽ ഖസ്തലി, ഇബ്നു സൈദൂൻ, ഇബ്നു ഖസാജ്. എല്ലാവരെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചു പറഞ്ഞാൽ മതി കേട്ടോ. ഇബ്നു ഹാനി, ഇബ്നു ജറാദ് അൽ ഖസ്തലി, ഇബ്നു സൈദൂൻ, ഇബ്നു ഖസാജ. മുത്തനബ്ബി അൽ ഗർബ് എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം ആര് എന്നാണ് ചോദ്യം. രണ്ടാൾക്കും ഇല്ലേ ലഖബ് എന്നൊക്കെയാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇബ്നു ഹാനി ആണ് മുത്തനബ്ബി അൽ ഗർബ് എന്ന പേര് അറിയപ്പെടുന്നത്. ഇബ്നു ഹാനി ആണ് മുത്തനബ്ബി അൽ ഗർബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇബ്നു ഹാനി, മുത്തനബ്ബി അൽ ഗർബ്, ഇബ്നു സൈദൂൻ, ബുഹ്തുരി അൽ ഗർബ്, ഇബ്നു ദറാദ് അൽ ഖസ്തലി, മുത്തനബ്ബി അൽ മഗ്രിബ്. ഇബ്നു ദറാദ് അൽ ഖസ്തലിയെ മുത്തനബ്ബി അൽ മഗ്രിബി എന്ന് വിശേഷിപ്പിക്കുന്നത് സഅലബി അദ്ദേഹത്തിന്റെ യതീമിയത്തു ദഹ്ർ എന്ന ഗ്രന്ഥത്തിലാണ്. മറ്റാരും അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല കേട്ടോ. മൂപ്പര് ഇബ്നു മുത്തനബ്ബിൽ പറഞ്ഞല്ലേ? ഇബ്നു ദറാദ് സഅലബി പറയുന്നത് മുത്തനബ്ബി അൽ മഗ്രിബ് എന്നാണ്. സഅലബി ഇബ്നു ദറാദ് അൽ ഖസ്തലി അദ്ദേഹത്തിന്റെ യതീമിയത്തു ദഹ്ർ എന്ന പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇബ്നു ഹാനി മുത്തനബ്ബി അൽ ഗർബ്, ഇബ്നു സൈദൂൻ ബുഹ്തുരി അൽ ഗർബ്, ഇബ്നു ദറാദ് അൽ ഖസ്തലി മുത്തനബ്ബി അൽ മഗ്രിബ്. മാറിപ്പോവരുത്. നെക്സ്റ്റ് ചോദ്യം. റിസാലത്തുൽ ജദ്ദിയ മുഅല്ലിഫുഹ ജാഹിൽ, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, ഇബ്നു തുഫൈൽ, ഇബ്നു സൈദൂൻ. റിസാലത്തുൽ ജദ്ദിയയുടെ രചയിതാവ് ആര് എന്നാണ് ചോദ്യം. ജാഹിൽ, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, ഇബ്നു തുഫൈൽ, ഇബ്നു സൈദൂൻ. ഇബ്നു സൈദൂൻ ആണ് റിസാലത്തുൽ ജദ്ദിയ എഴുതിയത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരിലേക്കാണ് എഴുതുന്നത്? ഇബ്നു അബ്ദൂസിലേക്ക്. യെസ്, ഇബ്നു അബ്ദൂസിലേക്കാണ് എഴുതുന്നത് അല്ലേ? എന്തായിരുന്നു അതിന്റെ കാരണം? അത് മോചനം തേടിയിട്ട് തടവറയിൽ നിന്ന്. അതുപോലെ തന്നെ റിസാലത്തുൽ ഹസ്ലി എഴുതുന്നുണ്ട്. അതാർക്കാണ്? ഇബ്നു അബ്ദൂസിനല്ലേ? അത് മൂപ്പര് ആക്ഷേപിച്ച് റിസാലത്തുൽ ഹസ്ലിയ എഴുതുന്നത് ആർക്കാണ്? അത് ആരിലേക്കാണ് എഴുതുന്നത്? ഇബ്നു അബ്ദൂസിലേക്ക്. അപ്പൊ റിസാലത്തുൽ ജദ്ദിയോ?
അല്ല, എനിക്ക് കൺഫ്യൂസ്ഡ് ആയി. നിങ്ങൾ എല്ലാവരും കൂടി പറയുമ്പോൾ ഇബിന് മനസ്സിലായില്ല. ഒന്ന് ആദ്യം നമുക്ക് റിസാലത്തുൽ ജദ്ദിയ കൺഫേം ചെയ്യാം. റിസാലത്തുൽ ജദ്ദിയ എഴുതുന്ന ആരിലേക്കാണ്? ഇബിന് ജുഹൂറിലേക്കാണ്. അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കുന്നതാണ് ജയിലിലുള്ളപ്പോ. ഓക്കെ. ഓക്കെ. മറ്റേത് ഇബിന് റിസാലത്തുൽ അബ്ദൂസിനാണ്. ഹസ്ലിയ. ഹസ്ലിയായിട്ട് എന്ന് വെച്ചാൽ തമാശയാക്കിയിട്ട് കളിയാക്കിക്കൊണ്ട് ഇബിന് അബ്ദൂസിലേക്ക് എഴുതുന്നതാണ് ഹസ്ലിയ. ഓക്കെ. അദ്ദേഹം പ്രണയിക്കുന്നു എന്നുള്ളൊരു വാദം വന്നു. അല്ലാതെ ബിൻത് മുസ്തഖ്ഫി ആര് കണ്ണുവെച്ചിരുന്നു? ഇബിന് അബ്ദൂസാണ്. ഇബ്നു അബ്ദൂസ് കണ്ണുവെച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ടുകൂടി അതില് അദ്ദേഹം സ്വീകരിച്ച ശൈലി ആരുടേതായിരുന്നു? ജാഹിലിൻ്റെതാണ്. ജാഹിലിൻ്റെല്ലേ? ജാഹിലിന്റെ ശൈലിയായിരുന്നു അദ്ദേഹം എന്തായിരുന്നത്? സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ മാറിപ്പോരുത്. റിസാലത്തുൽ ജദ്ദിയ ഇബ്നു ജുഹൂറിലേക്കും റിസാലത്തുൽ ഹസ്ലിയ ഇബ്നു അബ്ദൂസിലേക്കുമാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ചോദ്യം. ഇബ്നു ഷുഹൈദ് അൽ അൻദലുസി ഹുവ മുഅല്ലിഫ് കിതാബ്. ഇബ്നു ഷുഹൈദിന്റെ രചന ഏത് എന്നുള്ളതാണ്. ഇബ്നു യഖ്ലാൻ, റിസാലത്തുൽ തദ്വീർ വ തർബിയ, റിസാലത്തുൽ തവാബിഅ വ സവാബിഅ, റിസാലത്തുൽ ഹസ്ലിയ. ഇതിലേതാണ് ഇബ്നു ഷുഹൈദിന്റെ രചന എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. റിസാലത്തു തവാബിഅ വസ്സവാബിഅ എന്നുള്ളതാണ് ഇബ്നു ഷുഹൈദിന്റെ രചന. റിസാലത്തു തവാബിഅ വസ്സവാബിഅ എന്നുള്ളതാണ്. ഇബ്നു യഖ്ലാൻ ആരുടെ രചനയാണ്? ഇബ്നു തുഫൈൽ. ഇബ്നു യഖ്ലാൻ ഇബ്നു തുഫൈലിന്റെ വിഖ്യാതമായ രചനയാണ്. അതുപോലെ റിസാലത്തു തദ്വീർ വ തർബിയ ജാഹിൽ. ജാഹിൽ ആണോ? ഉറപ്പാ? അതെ, ജാഹിൽ. ബാക്കിയുള്ളവരാരും കൺഫ്യൂസ്ഡ് പറയാത്ത നോക്കിക്കണേ. ഓക്കെ, മാറിപ്പോയത് കേട്ടോ. ഇബ്നു യഖ്ലാൻ ആരാണ്? പെട്ടെന്ന് പറ. ഇബ്നു തുഫൈൽ. റിസാലത്തു തദ്വീർ വ തർബിയ ജാഹിൽ. റിസാലത്തു തവാബിഅ വ സവാബിഅ ഇബ്നു ഷുഹൈദ്. റിസാലത്തുൽ ഹസ്ലിയ ആരാ? റിസാലത്തുൽ ഇബ്നു സൈദൂൻ. ഓക്കെ, അല്ലാഹു ബാരിക് ഫീക്കും. ഇനി 2020 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആലജ് മിഖായിൽ നുഐമ ഫി മസ്റഹിയതി. തന്റെ നാടകത്തിൽ മിഖായിൽ നുഐമ കൈകാര്യം ചെയ്ത പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഖളിയത്തു സിറാഅ മാ ബൈനൽ ഖദീമ വൽ ജദീദ, ഖളായ അൽ ഫൽസഫിയ, ഖളായ അൽ മർഅത്തുൽ മുസ്ലിമ, ഖളായ അൽ അദബിയ. ഇത് ഏത് വിഷയമാണ് തന്റെ നാടകത്തിൽ ഇബ്നു സൈദൂൻ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ചോദ്യം. സോറി, മിഖായിൽ നുഐമ. ഇബ്നു സൈദൂൻ എന്ന് പറഞ്ഞു. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഖളിയത്തു സിറാഅ മാ ബൈനൽ ഖദീമ വൽ ജദീദ എന്നുള്ളതാണ്. എന്താണ് ആ നാടകത്തിന്റെ പേര്? ഇതറിയോ? യെസ്, അൽ ആബാ വൽ ബനൂൻ എന്നുള്ളതാണ്. പഴയതും പുതിയതുമായ ആളുകൾ തമ്മിലുള്ള ഒരു സംഘർഷപരമായ അവസരത്തെയാണ് അതിൽ ഇദ്ദേഹം പറയുന്നത്. ഖളിയത്തു സിറാഅ മാ ബൈനൽ ഖദീമ വൽ ജദീദ എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം. അദീബുൻ അൻദലുസിയുൻ വ ഫൈലസൂഫുൻ വുലിദ സന 506 ഹിജ്റ വഷ്തഗല ബിത്തുബ്ബ ഫി ഗർനാത്ത. ഇസ്മുഹു ഇബ്നു തുഫൈൽ ഇബ്നു ബാജ ഇബ്നു അബ്ദുറബ്ബ ഇബ്നു ഉബാദത്തുൽ ഖസ്സാൻ.
അന്തലൂസിയക്കാരനായ സാഹിത്യകാരൻ, ഫിലോസഫറാണ്. അതുപോലെ മെഡിസിനിൽ വിഖ്യാതനായ പ്രഗത്ഭനായ ആളാണ്. അത് അർണാത്തയിലാണ് അദ്ദേഹം എന്തായാലും ജനിച്ചത് എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ്: ഇബ്നു തുഫൈല്, ഇബ്നു ബാജ, ഇബ്നു അബ്ദുറബ്ബ, ഇബ്നു ബാത്തുൽ ഖസാർ. ഇതിലാരാണ് നമ്മുടെ വ്യക്തിത്വം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് അല്ലെ, ഇബ്നു തുഫൈലാണ്. അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ മുഹമ്മദ് ബിൻ തുഫൈൽ അൽ ഖൈസി ആണ് അദ്ദേഹത്തിന്റെ പേര്. ഫിലോസഫറാണ്, ത്വബീബാണ്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ പല മേഖലകളും കൈകാര്യം ചെയ്ത ആൾ കൂടിയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ മാസ്റ്റർ പീസ് രചനയാണ് എന്നോട് സൂചിപ്പിച്ചു. ഏതാണ് രചന? ഹയ്യുബ്നു യഖ്ലാൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനയാണ്. സയൻസിനെ ഫിക്ഷനിൽ അവതരിപ്പിച്ച ലോകത്തെ തന്നെ ആദ്യത്തെ രചന കൂടിയായിട്ടാണ് ഹയ്യുബ്നു യഖ്ലാൻ എന്താവുന്നത് കണക്കാക്കുന്നത്. ഓക്കെ. സാർ അടിയിലുള്ള അങ്ങനെ ഒരാളുണ്ടോ അന്തലൂസില്? അടി ഓപ്ഷനിലുള്ള ഇബ്നു ബാത്തുൽ ഖസാറോ? ഉണ്ടാവും, നമ്മളെ സിലബസിൽ ഇല്ലാന്നുള്ളൂ. ശരി. നെക്സ്റ്റ് ചോദ്യം. اختر الإجابة الصحيحة مع استخدام الشفرة. أديب لبناني كبير جبران خليل جبران رحل إلى أمريكا سنة 1890. إيليا أبو مالي هو من أعضاء الرابطة القلمية أصدر مجلة السمير. موضوع الغرباء لميخائيل نعيمة النقد. إلياس فرحات أسس مجلة الفنون في نيويورك. ഇതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. എയും ബിയും ഡി ഒക്കെ വന്നിട്ടുണ്ട്. നോക്കാം. ഓപ്ഷൻ സി ആണ് കേട്ടോ. സോറി, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അതായത് ബിയും സിയും ശരി എന്നുള്ളതാണ്. ബിയും സിയും ശരി. അതായത് ഈലിയ അബൂ മാലിയുടേതാണ്. അദ്ദേഹം റാബിത്ത കലമയുടെ ആളാണ്. അദ്ദേഹമാണ് എന്താണ് മജലത്ത് സമീർ പ്രസിദ്ധീകരിക്കുന്നത്. ഏത് വർഷമാണ് മജലത്ത് സമീർ പ്രസിദ്ധീകരിക്കുന്നത്? കേട്ടില്ല, ഒന്നുകൂടി. 1929 ഈലിയ അബൂ മാലി എന്താണ് മജലത്ത് സമീർ പ്രസിദ്ധീകരിക്കുന്നത്. 1929 തന്നെയാണ് താഹ ഹുസൈന്റെ അൽ അയ്യാം പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ. സിറാസാത്തിയുടെ ഒരു വഴിത്തിരിവായ ഒരു പുസ്തകം കൂടിയാണ് അൽ അയ്യാം എന്ന് പറയുന്നത്. 1929 പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കവി ജനിക്കുന്നുണ്ട് 1929. ഓർമ്മയുണ്ടോ? അബ്ദുള്ള അൽ ബർദൂനി. 1929 ജനിച്ച് 1999 അബ്ദുള്ള അൽ ബർദൂനി എന്താവുന്നത് മരണപ്പെടുന്നത്. യമനിലാണ് അദ്ദേഹം ജനിച്ചത്. യമനിലുള്ള കവിയാണ് അല്ലെ. മജല്ലത്ത് സമീർ. ഓക്കെ. 1929 എന്താവുന്നത് അദ്ദേഹം ഈലിയ അബൂ മാലി സ്ഥാപിക്കുന്നത്. പിന്നീട് 1936 ഒരു ദിനപത്രമാക്കി എന്താകുന്നത് അതിനെ പരിവർത്തിപ്പിക്കുന്നുണ്ട് അല്ലെ. 1936. ഓക്കെ. പിന്നെ കേട്ടില്ല. അയ്യാം 23-ലല്ലേ? അല്ല, 29 പുസ്തകമായി പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗം പുറത്തിറങ്ങുന്നത് 1929. അതേപോലെ അഹമ്മദ് അമീന്റെ ഒരു പുസ്തകം 1929 പ്രസിദ്ധീകരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകം. 3 പുസ്തകങ്ങൾ. ലുഹൽ ഇസ്ലാമും ഫജറുൽ ഇസ്ലാമും ലുഹൽ ഇസ്ലാമും ലുഹറുൽ ഇസ്ലാമും അല്ലേ. ഇതിലേത് പുസ്തകമാണ് 1929 പ്രസിദ്ധീകരിക്കുന്നത്? ഫജറുൽ ഇസ്ലാം. ഫജറുൽ ഇസ്ലാമും. ഓക്കെ. ഇനി മൗദുൽ ഗർബാൽ മിഖായിൽ നൊയ്മ, അത് നഖദാണ്.
അതെന്താണ് ശരിയാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇല്ലാസ് ഫർഹാത്ത് മസ്തസ മദലത്തിൽ ഫുനൂൻ തെറ്റാണ്. അതാരാണ് മദലത്തിൽ ഫുനൂൻ സ്ഥാപിക്കുന്നവരാ? നസീബ് ഉറൈദാണ്. ഏത് വർഷം? 1913 12 13-12 എന്നൊക്കെ പറയാറുണ്ട്. 12-ലാണ് അദ്ദേഹം എന്താകുന്നത് പ്രസ് സ്ഥാപിക്കുന്നത്. 13-ലാണ് മജല്ലത്തുൽ ഫുനൂൻ എന്താവുന്നത് പുറത്തിറക്കുന്നത്. പിന്നീട് 1916 അത് നിലച്ചു പോകുന്നു. 14 നിലച്ചു പോകുന്നു. പിന്നെ വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ട്. 15 നിലച്ചു പോകുന്നു. 16 വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നു. അത് 16 തുടങ്ങിയത് വീണ്ടും 18 ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് എന്താകുന്നു അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, മദലത്തുൽ ഫുനൂൻ. നെക്സ്റ്റ് ചോദ്യം, അതിൽ അദീബുൽ ലബ്നാനിയൻ കബീറുൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അമേരിക്കയിലേക്ക് പോയത് ഏത് വർഷമാണ് എന്നതാണ് ചോദ്യം. 95 1895 അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നത്, അമേരിക്കയിലേക്ക് പോകുന്നത് അല്ലെ. ഓക്കെ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മഹ്ജറുൽ ജനൂബിയാണ് അല്ലെ. ജനൂബിയാണോ ഷിമാലിയാണോ? ഷിമാലിയാണ്. മാറിപ്പോരുതേ, ഷിമാലിയാണ്. അദ്ദേഹം പോകുന്നത് ഏത് വർഷമാണ്? 1895-ലാണ്. ജിബ്രാൻ 1895-ലാണ്. നസീബ് ഉറൈല 1905-ലാണ് പോകുന്നത് ന്യൂയോർക്കിലേക്ക്. അതുപോലെ റഷീദ് അയ്യൂബും പോകുന്നത് 905 തന്നെയാണ്. ഇതുപോലെ പിന്നെ മിഷൽ മാലൂഫ് 1910-ലാണ് ബ്രസീലിലേക്ക് പോകുന്നത്. ഇല്യാസ് ഫർഹാത്തും ബ്രസീലിലേക്ക് പോകുന്നത് 1910-ലാണ്. മിഖായിൽ നോയിമ പോകുന്നത് 1911-ലാണ് വാഷിംഗ്ടണിലേക്ക് പോകുന്നത്. പിന്നീട് 12-ലാണ് ഇലിയ അബുമാവി, 1912-ലാണ് ഇലിയ അബുമാവി പോകുന്നത്. 1913 റഷീദ് സലീം അൽ ഖോരി പോകുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഓർഡർ കേട്ടോ, സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, ലൈസ മിൻ അമാലി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാന്റെ ദല്ലാത്ത രചന ലജ്നിഹത്തുൽ മുതകസ്സിറ ഫി മുഹിബ്ബിർ റീഹ് അൽ മ്യൂസിഖി അൽ അവാതിഫ്. ഇതിൽ ജിബ്രാന്റെ ദല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. ബിയും സി ഒക്കെ വരുന്നുണ്ട്, വ്യത്യസ്തമായ ഉത്തരങ്ങൾ വരുന്നുണ്ട്. സാറ് വ്യത്യസ്തമായിട്ട് ഓപ്ഷൻ കൊടുത്ത് നോക്കാം. ഉദ്ദേശം ഫി മഹ്ബിരി. ഓപ്ഷൻ സി ആണല്ലേ. ഞാൻ ഷഫ്ല ചെയ്തപ്പോ മാറിയതാണ്. ഫി മുഹിബ്ബിർ റീഹ് എന്നുള്ളതാണ് അല്ലെ. ഫി മുഹിബ്ബിർ റീഹ് എന്നുള്ളതാണ്. ഷഫ്ല ചെയ്തപ്പോ മാറിപ്പോയത് കേട്ടോ, സോറി. ഫി മുഹിബ്ബിർ റീഹ് ആരുടെ രചനയാണ്? ആരുടെ? മിഖായിൽ നോയിമയുടെ. മിഖായിൽ നോയിമയുടെ. സൽവ ഫി മുഹിബ്ബിർ റീഹ്. ഓക്കേ, സൽവ മഹ്മൂദ് തൈമൂർ. പിന്നെ ഒരു പുസ്തകം കൂടി ഇല്ല ഇതുപോലെ. ഈ മുഹിബ്ബിർ റീഹും സൽവ ഫി മുഹിബ്ബിർ റീഹും ഇത് രണ്ടേ ഉള്ളൂ തോന്നുന്നു അല്ലേ? പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഇദാ ഹബ്ബത്തിർ റീഹുൽ ഈമാൻ ആരാണ്? ഹസൻ അലി അലി. നജ്ദിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻസ് ഇമാം സജ്ജാലിൻ ഹുവ ഇബ്നു ഖസ്മാൻ, ഇമാം സജ്ജാലിൻ ഹുവ അബൂബക്കർ ഇബ്നു സുഹർ. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണല്ലേ ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ, അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്,
ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്നുള്ളതാണ്. അതായത് ഇമാം ദജ്ജാലിന് ആരാണ്? ഇബ്നു ഖസ്മാൻ, അബൂബക്കർ ഇബ്നു ഖസ്മാൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അബൂബക്കർ ഇബ്നു ഖസ്മാൻ ആണ് ഇമാം ദജ്ജാലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഹദ്ദിദ് അസ്സൗജൽ ഖത മിമ്മാ യലി. തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. الآباء والبنون ميخائيل نعيمة سمسامة نسيب ريلا الخمائلي إلي أبو نولي الجداول رشيد أيوب. ഇതിൽ തെറ്റായ ജോഡി എന്നാണ് പറയുന്നത്. വളരെ ഈസിയാണ് അല്ലേ? എല്ലാവരും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ജിദാബിൽ ആരുടേതാണ്? ഇലിയ അബൂ മാലിയുടേതാണ്. ജിദാബിലൊക്കെ ഓക്കെ, ബാക്കിയൊക്കെ നോട്ട് ചെയ്യാം. അബാബുൽ ബനൂൻ മിഖായിൽ നബിയുടെ മസ്ലഹിയാണ്. സിംസാമ നസീബ് റൈലയുടെ റിവായാണ്. ഹമായിന് ജദാബുൽ ഇബിയുടെ കാവ്യസമാഹാരമാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ചോദ്യം നോക്കാം. നമുക്ക് മാച്ച് ചെയ്യാനാണ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വരുന്നത് ഇബ്നു ഷുഹൈദ് ഇബ്നു തുഫൈൽ ഇബ്നു ഹസ്മ ഇബ്നു ഹനി. 2 വരുന്നത് അവരെ ജനിച്ച വർഷമാണ്. അത് മാച്ച് ചെയ്തിട്ട് പറയാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആൻസർ കൊടുക്കാൻ വിട്ടു കേട്ടോ. ഇവിടെ ഉണ്ട് സർ. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. എങ്ങനെ വരിക? ഇബ്നു ഷുഹൈദ് 372 ജനിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇബ്നു തുഫൈല് 506. ഇബ്നു ഹസ്മ് 384. ഇബ്നു ഹാനി 326 ജനിക്കുന്നത് കേട്ടോ. ഇതാണ് അവരുടെ ഒരു ഓർഡർ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ചെയ്ത ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. എല്ലാവർക്കും അവരുടേതായ നോട്ടുകൾ ഉണ്ടാവില്ല, അതിൽ എഴുതി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൽ ആദ്യം ജനിക്കുന്നത് ഇബ്നു അബ്ദു റബ്ബയാണ്. 860 ജനിച്ച് 940 മരണപ്പെടുന്നത്. ശേഷം ഇബ്നു ഷുഹൈദാണ് 923. 7 വർഷമാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അവിടെയുള്ള പറയുന്നത് കേട്ടോ. 923 to 1035. ശേഷം ഇബ്നു ഹാനിയാണ് 938 to 983. ഇബ്നു ദറാദുൽ ഖസ്തലി 958 to 1030. ഇബ്നു ഹസ്മ് 994 to 1064. വല്ലാദ ബിൻ അൽ മുസ്തഖ്ഫി 994 to 1091. ഇബ്നു സൈദൂൻ 1003 ജനിച്ച് 1071 മരണപ്പെടുന്നു. ശേഷം ഇബ്നു ഖഫാജ 1058 to 1138. ഇബ്നു തുഫൈൽ 1110 to 1185. ഹഫ്സ 1135 ജനിച്ച് 1191 മരണപ്പെടുന്നു. അവസാനം ഹംദൂനയാണ് 1204 അവരെന്താണ് മരണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർഡർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. റത്തിബൽ ഖുബാ ശുഅ അൽ മദ്കൂരീന അദ്നാഹു ഹസ്ബ തവാരീഖി വഫാത്തിഹി. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മിഖായിൽ നഈമ, നസീബ് ഗൈല, ഇലി അബൂ മാൽ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ഇവരുടെയൊക്കെ ജനന മരണം. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്യാനാണ് പറയുന്നത്. നോക്കാം. ജിബ്രാൻ ആണ് ആദ്യം മരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജിബ്രാൻ ആണ് ആദ്യം മരിക്കുന്നത് അല്ലെ. 930
1 ശേഷം വരുന്ന ആരാണ്? നസീബ് ഉറൈലയാണ്. ഏത് വർഷം? നസീബ് ഉറൈലയുടെ വർഷം, നസീബ് ഉറൈലയുടെ വർഷം ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. 45. കൺഫ്യൂസ്ഡ് ആണ്. നസീബ് ഉറൈലയുടെ വർഷം 46ആണ്. 46ആണ് നസീബ് ഉറൈല. ശേഷം ഇലിയ അബു മാലി 987. പിന്നെ മിഖാൽ നോയിമ. മിഖാൽ നോയിമ ഏത് വർഷം? മിഖാൽ നോയിമയുടെ വർഷം ഓർക്കാൻ എളുപ്പമാണ്. കേട്ടില്ല? 1988. 889 മിഖാൽ നോയിമ ജനിക്കുന്നത്. അത് നേരെ തിരിച്ചിട്ടാൽ മതി. 988 ആര് മരണപ്പെടുന്നത്? മിഖാൽ നോയിമ മരണപ്പെടുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നസീബ് ഉറൈല ഹാദറയില ന്യൂയോർക്ക്. ഏത് വർഷമാണ് നസീബ് ഉറൈല ന്യൂയോർക്കിലേക്ക് പോയത് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഉണ്ട്. 900, 905, 908, 911. നസീബ് ഉറൈല ന്യൂയോർക്കിലേക്ക് പോയ വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. 905. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 905 പോകുന്നത്. അതേ വർഷം ഒരാൾ കൂടി പോയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് പറയണം. അതേ വർഷം റഷീദ് അയ്യൂബും കൂടി പോയത് ഏത് വർഷമാണ്? 905. 905 റഷീദ് അയ്യൂബ് എന്തായത് പോയിട്ടുള്ളത് എന്ന് കാണാം. ഓക്കെ, 2021. നെക്സ്റ്റ് ചോദ്യം. ഇന്ന സഖാഫത വൽ ഹളാറത ഇസ്ദഹറത് ബിൽ അൻദലൂസ് ഖാസത്തൻ ഫീ ദൗലത്തി. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് അന്തലൂസിയയിൽ സാംസ്കാരികവും നാഗരികവുമായ പുരോഗതി ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. അബ്ദുറഹ്മാൻ അദ്ദാഖിൽ, അബ്ദുറഹ്മാൻ അൽ ഔസത്ത്, അൽ ഹുക്ം റബ്ലി, ഇബ്നു അബി ആമിർ. അതിൽ ആരുടെ കാലഘട്ടത്തിലാണ് അന്തലൂസിയയിൽ നാഗരികവും സാംസ്കാരികവുമായ പ്രക്ഷോഭനമായ കാലഘട്ടം എന്ന് ചോദിക്കുന്നത്? അബ്ദുറഹ്മാൻ ഔസത്തിന്റെ കാലഘട്ടത്തിലാണ്. അബ്ദുറഹ്മാൻ ദാഖിലാണ് അവിടെ സ്ഥാപിക്കുന്നത്, നബവി ഭരണം സ്ഥാപിക്കുന്നത്. പക്ഷെ കൂടുതൽ പുരോഗതി പ്രാപിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ ലുബ്നാനിയുൻ കബീറുൻ ഉലിദ ഫീ കഫർ ഷീമ വതദറബ അലാ ബഅദ് അൽ മിഹൻ അൽ യദവിയ്യ കൽ നജാറത്തി വകാന സനഅ അൽ അശർ. 10ാം വയസ്സിൽ കൈത്തൊഴിലുകളൊക്കെ ചെയ്തിരുന്ന കുഫുഷീമയിൽ ജനിച്ച ലബനാൻ പോയിറ്റ് ആര് എന്നാണ് ചോദ്യം. ഇലിയാസ് ഫറഹാത്ത്, റഷീദ് സലിം അൽ ഖൂരി, നസീബ് ഉറൈല, നിഷാൽ മാലൂഫ്. ആരാണ് എന്നാണ് ചോദ്യം. 10ാം വയസ്സിൽ അദ്ദേഹം കൈത്തൊഴിലുകൾ ചെയ്തു. ഇലിയാസ് ഫറഹാത്താണ് അല്ലെ? ഇലിയാസ് ഫറഹാത്താണ്. 1893 ജനിച്ച് 977 ഇലിയാസ് ഫറഹാത്ത് മരണപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം. ഹംദൂന ബിൻത് സിയാദ് നശഅത് ഫി വാദിൻ ജമീലിൻ ഖരീബ് മിൻ ഇഷ്ബീലിയ ഗർനാത്ത ഖുർത്തുബ ബിത്യാസ. നമ്മൾ നേരത്തെ ആ വിഷയം പറയുമ്പോൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ചോദിച്ചത് ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ്. വാദി ആഷിലാണ് നമ്മൾ പറഞ്ഞത്. ആ വാദി സ്ഥിതി ചെയ്യുന്നത് ഏതിന്റെ അടുത്ത് എന്നുള്ളതാണ് ഇത്തവണത്തെ ചോദ്യം. ഇഷ്ബിലിയ കർണാത്ത കുർത്തുബ. ഇതാണ് കർണാത്തയിൽ ഗ്രാനഡയുടെ അടുത്താണ് എന്താണത് വാദി ആഷി സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാം. ഗ്രാനഡയുടെ അടുത്തട്ടോ. നെക്സ്റ്റ് ചോദ്യം. ഇസ്ദഹറത്തുൽ മുവശഹാത്ത് ഫിൽ അൻദലൂസ്. മുവശഹാത്ത് അന്തലൂസിയയിൽ കൂടുതൽ പുരോഗതി വ്യാപിച്ചതും ലിത്തിസായി മൗജ് വ്യാപിച്ചതും ഏത് കാലഘട്ടത്തിൽ? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്തെന്നാണ് ചോദ്യം. അൽ ഇൽത്തിറാബ് സിയാസി, അൽ ഗനാഉ വൽ മൂസീഖി, അത്തഅസ്സുബ് അൽ അറഖി, അൽ ഇസ്തിഹാർ അൽ ഇൽമി. രാഷ്ട്രീയമായ സംഘർഷങ്ങളിൽ പാട്ടുകളും സംഗീതങ്ങളും ഇവിടെയും കൂടുതൽ വളർന്നു വന്നത്. അതുപോലെ തന്നെ അത്തഅസ്സുബ് അൽ അറഖി വംശീയപരമായ വൈജാത്യങ്ങളുടെ കാരണമായിട്ട്. അൽ ഇസ്തിഹാർ അൽ ഇൽമി വൈജ്ഞാനിക
പുരോഗതിയുടെ ഭാഗമായിട്ട് ഇതിൽ ഏത് കാരണം കൊണ്ടാണ് മുവശഹാത്ത് അന്തലൂസിയിൽ കൂടുതൽ പുരോഗതി പ്രാപിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, എല്ലാവരും ആൻസർ പറയണ്ട. മ്യൂസിക്കൻ അല്ലെ, പാട്ടും സംഗീതമൊക്കെ വ്യാപകമായതിന്റെ ഭാഗമായിട്ടാണ്, അതായത് മുവശഹാത്ത് അന്തലൂസിയിൽ കൂടുതൽ പ്രചാരം നേടിയത് എന്ന് കാണാം. ഷായർ അറബി ഫി മജലത്ത് സമീർ 1929 ദാരി നമ്മൾ പറഞ്ഞുപോയതാണ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഫൗസി മാലൂഫ്, ഇലിയ അബൂമാലി, നജീബ് മുസ ദയ്യാബ്. തൊള്ളായിരത്തി 29 മജലത്ത് സമീർ ഇലിയ അബൂമാലിയുടേതാണ് നമ്മൾ പറഞ്ഞു. 1936 പിന്നീട് അതിന് ദിനപത്രമായി അദ്ദേഹം വന്നിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, നഷറ മിഖായിൽ നഈമ കിതാബൈൻ ഫിൽ മഹ്ജർ. മഹ്ജറിലായിരിക്കുന്ന കാലഘട്ടത്തിൽ മിഖായിൽ നഈമ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. الآباء والبنون، همس الجفون والمراحل، الآباء والبنون والغربال، همس الجفون والمراحل، المراحل ومذكرات الأرقش، زاد المعاد, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഇതിലേത് 2 പുസ്തകങ്ങളാണ് മഹ്ജറിലായിരിക്കെ മിഖായിൽ നഈമ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, അൽ-ആബാ വൽ ബനൂനും ഗർബാലുമാണ്. അൽ-ആബാ വൽ ബനൂൻ ഏത് വർഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്? അൽ-ആബാ വൽ ബനൂൻ ഏത് വർഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്? 1923 ആബാ വൽ ബനൂൻ 17 1917 എന്താകുന്നത് അൽ-ആബാ വൽ ബനൂൻ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതായത് അതിനെക്കുറിച്ച് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പറയാനുള്ളത് ഇതാണ്. 1916 അദ്ദേഹം അവിടെ ന്യൂയോർക്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് എഴുതി തുടങ്ങുന്നത്. പിന്നെ എഴുതി പൂർത്തിയാക്കി 1917 പ്രസിദ്ധീകരിച്ചു എന്നാണ് അധിക പുസ്തകങ്ങളും പറയുന്നത്. എന്നാൽ ചില പുസ്തകങ്ങൾ 1916 അത് എഴുതിയത് എന്ന രൂപത്തിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഗർബാല് 1923 പ്രസിദ്ധീകരിക്കുന്നത് കേട്ടോ. 1923 ഗർബാല് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ആബാ വൽ ബനൂൻ ഗർബാൽ ഈ 2 പുസ്തകങ്ങളാണ് മഹ്ജറിലായിരിക്കും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദി മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. മുൻഷൂദത്തുൽ മത്തർ, അഗാനി ദർവീഷ്, അൽ ജദാവിൽ, അൽ-ലാമിയത്തു സലാസ്, റഷീദ് സലീം അൽ ഖൂരി, ഇലിയ അബൂമാലി, ബദർ ഷാക്കിർ സയ്യാബ്, റഷീദ് അയ്യൂബ്. മുൻഷൂദത്തുൽ മത്തർ, അഗാനി ദർവീഷ്, അൽ ജദാവിൽ, അൽ-ലാമിയത്തു സലാസ്, റഷീദ് സലീം അൽ ഖൂരി, ഇലിയ അബൂമാലി, ബദർ ഷാക്കിർ സയ്യാബ്, റഷീദ് അയ്യൂബ്. എല്ലാവരും ആൻസർ ചെയ്യണം. വളരെ കുറഞ്ഞ ആളുകൾ ആൻസർ ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. ഓപ്ഷൻ മുൻഷൂദത്തുൽ മത്തർ ആരാണ്? ബദർ ഷാക്കിർ സയ്യാബ് ആണ് അല്ലെ. മുൻഷൂദത്തുൽ മത്തർ ബദർ ഷാക്കിർ സയ്യാബ് ആണ്. അഗാനി ദർവീഷ് റഷീദ് അയ്യൂബ് ആണ്. ജദാവിലി ഇലിയ അബൂമാലിയാണ്. അൽ-ലാമിയത്തു സുലാസ് റഷീദ് സലീം അൽ ഖൂരിയാണ് കേട്ടോ. റഷീദ് സലീം അൽ ഖൂരിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായും സെലക്ട് ചെയ്യാം. ولد جبران خليل جبران في إحدى قرى شمال لبنان فأبوه كان يرعى المواشي وكان أبوه لا يقيم وزنا للعلاقات الأسرية ولا يهتم لزوجة أو ولد. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ വടക്കൻ ലബനാനിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഇടയനായിരുന്നു. കാന യർഅൽ മവാഷി, ഇടയനായിരുന്നു എന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ പിതാവ് എന്തായിരുന്നില്ല, കുടുംബത്തിന് വേണ്ട രീതിയിൽ പരിപാലിക്കുകയോ അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള സാമ്പത്തികമായ സഹായങ്ങളോ നൽകിയിരുന്നില്ല. ഭാര്യ മക്കളൊക്കെ നോക്കാത്ത ആളായിരുന്നു എന്നുള്ളതാണ്. ഇതിലെ സ്റ്റേറ്റ്മെന്റുകളെ വെളിച്ചത്തിൽ ഏതാണ് ശരിയെന്ന് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് 1ഉം and 2ഉം രണ്ടും എന്താണ് ശരിയാണ് എന്നുള്ളതാണ് അല്ലെ. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. അതിനൊക്കെ തുടർന്നിട്ടാണ് പിന്നീട് ജിബ്രാന്റെ മാതാവ് എന്താണത്
ഓക്കെ, ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം. شاعر شامي الأصل ولد بحمص تلقى دروسه الأولى في المدرسة الروسية المجانية بمدينته. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഹിംസ് പട്ടണത്തിലാണ്. മദ്രസത്ത് റൂസിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ദാരി റഷീദ് മൽഖൂരി, ഇല്ലാസ് ഫർഹാദ്, നസീബ് ഉറൈല, റഷീദ് അയ്യൂബ്. നസീബ് ഉറൈലയാണ് മദ്രസത്ത് റൂസിയയിൽ പഠിക്കുന്നത്. അവിടെ വെച്ച് നസീബ് ഉറൈല ആരെയാണ് കണ്ടുമുട്ടുന്നത്? മിഖായിൽ നോയിമൻ. മിഖായിൽ നോയിമനെ കണ്ടുമുട്ടുന്നു. മിഖായിൽ നോയിം വന്നിട്ട് അദ്ദേഹത്തിന് ഒരു പേര് നൽകുന്നുണ്ട്. ത്വരീഖ് എന്ന് നസീബ് ഉറൈല വിശേഷിപ്പിക്കുന്നവരാണ് മിഖായിൽ നോയിം. നെക്സ്റ്റ് ചോദ്യം. അൽ ഫൽസഫിയ്യത്തുൽ മുസമ്മാത്ത് ഹയ്യ് ഇബ്നു ഇഖ്ലാൻ. ഇതിന്റെ രചയിതാവാരി ഇബ്നു ശുഹൈബ്, ഇബ്നു ഹസ്ം, ഇബ്നു തുഫൈൽ, ഇബ്നു അബ്ദ് റബ്ബ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നമ്മൾ പലവരും ചർച്ച ചെയ്ത് പോയ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് തുഫൈലാണ് ആൻസർ അല്ലെ, നമുക്കറിയാം, കൂടുതൽ പറയേണ്ടതില്ല. നെക്സ്റ്റ് ചോദ്യം. രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇന്ന ഇബ്നു സൈദൂൻ കാന ഷാഇറൻ അൻദലുസിയൻ വകാന അബൂഹു ഫഖീഹൻ. സ്റ്റേറ്റ്മെന്റ് 2 കാന മിൻ ഹൈഅത്തുൽ ഫുഖഹാഇ അൽ മുശാവിരീന ലിഖലീഫത്തുൽ മുസ്തഈൻ. ഇദ്ദേഹത്തിന്റെ പിതാവ് വലിയ എന്തായിരുന്നു? പണ്ഡിതൻ, ഫഖീഹായിരുന്നു, കർമ്മശാസ്ത്ര വിശാരദനായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്? പിന്നെ ഖലീഫമാരുടെ കർമ്മശാസ്ത്ര ചർച്ചകളിൽ ഒക്കെ സഹായിയായി ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അതിൽ ആ സമിതിയിൽ അംഗമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ശരിയായത് ചൂസ് ചെയ്യാൻ ആൻസറിൽ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻസ് yes, both statement 1 and statement 2 are correct. രണ്ടും എന്താണ്? ശരിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബമാണ് വലിയ പണ്ഡിത തറവാട്ടിൽ ജനിച്ച ആള് കൂടിയാണ് ഇബ്നു സൈദൂൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്ക് 2022 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ. علم من أعلام الأدب الأندلسي الذي ولد في قرطبة وبرع في الأدب نثرا وشعرا اتصل بأربعة أمراء بني مروان ونال عنده حظا. 4 ബനു ഉമയ്യ ഖലീഫമാരുടെ സമകാലികനായി ജീവിച്ചു പോയ അന്തലുസിയിൽ ജനിച്ച കവിയും അതേപോലെ തന്നെ ഗദ്യകാരനും പദ്യകാരനും ഒക്കെയായ വ്യക്തിത്വമായി ചോദിച്ചു. ഇബ്നു അബ്ദ് റബ്ബ, ഇബ്നു ഹാനി, ഇബ്നു ഷുഹൈദ്, ഇബ്നു ഖഫാജ. ആൻസറുകൾ വരട്ടെ. ഇബ്നു അബ്ദ് റബ്ബയാണ് അല്ലെ, ഇബ്നു അബ്ദ് റബ്ബയാണ്. 4 ഖലീഫമാരുടെ സമകാലികനായിട്ട് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്, ജീവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം സുഹദിയാത്തിൽ എഴുതിയ കവിതയുടെ പേരെന്താ? ഇബ്നു അബ്ദ് റബ്ബ ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. അയ്യൽ മജ്മുഅ സ്വഹീഹ ലിമുഅല്ലഫാത്തി മിഖായിൽ നഈം. താഴെയുള്ളതിൽ നിന്നും മിഖായിൽ നഈമിയുടെ രചനകളിൽ ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. പുസ്തകം ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞല്ലേ. മിഖായിൽ നഈമിയുടെ ഹംസുൽ ജഫൂനി, കാനമാക്കാന, കറമൻ അല ദറബ്. ഇതൊക്കെയാണ് മിഖായിൽ നഈമിയുടെ രചനകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹംസുൽ ജഫൂൻ, കാനമാക്കാന, കറമൻ അല ദറബ്. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൽ അൻദലുസി അല്ലദി ഇസ്മുഹു അൽ കാമിൽ അബു ഉമർ അഹ്മദ് ബിൻ അബി മർവാൻ. ഇതാരുടെ യഥാർത്ഥ പേരാണ്? അബു ഉമർ അഹ്മദ് ബിൻ അബി മർവാൻ, ഇബ്നു സൈദൂൻ, ഇബ്നു അബ്ദ് റബ്ബ, ഇബ്നു ദർറാദ് അൽ ഖസ്തലി, ഇബ്നു ഷുഹൈബ്. ശ്രദ്ധിക്കണം, പേര് ശരിക്ക് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അബു ഉമർ
അഹ്മദ് ബിൻ അബി മർവാൻ. അബു ഉമർ അഹ്മദ് ബിൻ അബി മർവാൻ ആരുടെ യഥാർത്ഥ പേരാണ് എന്നാണ് ചോദ്യം. ആൻസറുകൾ വളരെ കുറവാണല്ലോ. 60-നടുത്ത് ആളുകളുണ്ട്, എന്നിട്ടും വളരെ കുറഞ്ഞ ആളുകൾ ആൻസർ പറയുന്നില്ല. നിങ്ങൾ ആൻസർ പറഞ്ഞാലേ നിങ്ങൾക്ക് കാര്യമില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇബ്നു ഷുഹൈദാണ് കേട്ടോ. ഇബ്നു ഷുഹൈദിന്റെ പേരാണ് അബു ഉമർ അഹ്മദ് ബിൻ മർവാൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അബു ആമിർ അല്ലേ? ഇബ്നു അബു ഷഹീദ്. അബു ആമിർ എന്നാണോ? ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ വന്നത് അങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ. ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കോളി. അബ വൽ ബനു എന്നുള്ളത് ഏതാണ്? ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അബു ആമിർ എന്ന് കേട്ടോ. അബു ആമിർ അഹ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ ഷഹീദ് എന്ന്. അബു ആമിർ എന്നാണ്. ഓക്കെ, ആ സ്ലൈഡ് ഒന്നുകൂടി ഇടുമോ? അൽ ആബാ വൽ ബനൂൻ എന്നുള്ളത് ആരുടെ ഗ്രന്ഥമാണെന്നാണ് ചോദ്യം. ഏതിലുള്ള രചനയാണെന്നുള്ളത്? മസ്രഹിയിലുള്ള രചനയാണ് അൽ ആബാ വൽ ബനൂൻ എന്നുള്ളത് കേട്ടോ. അൽ ആബാ വൽ ബനൂൻ എന്നുള്ളത് മസ്രഹിയിലുള്ള രചനയാണ്. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം. ഷായറത്തുൽ അൻദലുസിയ കാനത്ത് ഉഖ്തുഹ സൈനബ് മിൻ ഷഹീറാത്തി ഷായിറാത്തുൽ അൻദലുസ്. നമ്മൾ പറഞ്ഞു വിസാർദിൽ ഖത്തീബ് അവരെ കുറിച്ച് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിലുള്ള വാചകം കൂടിയാണിത് അല്ലേ? കാനത്ത് ഉഖ്തുഹ സൈനബ് മിൻ ഷഹീറാത്തി ഷായിറാത്തുൽ അൻദലുസ് ഹസ്സ ബിൻത് മഅറൂഫ് വല്ലാദ ബിൻത് മുസ്തഖ്ഫ ഹംദൂന ബിൻത് സിയാദ് മറിയം ബിൻത് യാഖൂബ്. ഹംദൂന ബിൻത് സിയാദ് അല്ലെ? ഹംദൂന ബിൻത് സിയാദാണ്. നേരത്തെ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. സൈനബ് എന്നുള്ളവരുടെ സഹോദരി പ്രശസ്തയായ കാര്യത്തിൽ. ബദാ ളുഹൂറിൽ മുവശ്ശഖ് ഫി അഹ്ദിൽ അമീർ. ആരുടെ കാലഘട്ടത്തിലാണ് മുവശ്ശഖ് അതായത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എന്നാണ് ചോദ്യം. അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ അദ്ദാഖിൽ, ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ, അൽ ഹുക്മ റബ്ലി. ആരുടെ കാലഘട്ടത്തിലാണ് മുവശ്ശഖ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ്. എ ബി സി എന്നുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. അബ്ദുറഹ്മാൻ ദാഖിലൊക്കെ വളരെ മുമ്പുള്ള ആളാണ്. അബ്ദുറഹ്മാൻ ദാഖിൽ ഇത് സ്ഥാപിച്ചേ ഉള്ളൂ കേട്ടോ. അബ്ദുല്ലാഹിബിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. അബ്ദുല്ലാഹിബിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ ഏതാവുന്നത് മുവശ്ശഖ് മുവശ്ശഖ് കടന്നു വരുന്നത് കേട്ടോ. ഓക്കെ, അബ്ദുല്ലാഹിബിൻ. നെക്സ്റ്റ് ചോദ്യം. الشاعر المهجري يسير على قدميه مسافة ميلين كل يوم في السابعة من عمره للوصول إلى مدرسة. മഹജർ പോയിട്ടാണ് അദ്ദേഹം സ്കൂളിലെത്താൻ വേണ്ടി തന്റെ 7-ാം വയസ്സിൽ 2 മൈൽ നടന്നിട്ടാണ് എല്ലാ ദിവസവും പോയിരുന്നത് എന്നാണ് പറയുന്നത്. ആരാണ് ആ ത്യാഗം ചെയ്ത മഹാൻ? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഇലിയാസ് ഫർഹാത്ത്, ഇലിയ അബുമാലി, റഷീദ് അയ്യൂബ്. രണ്ട് മൈലും താണ്ടി എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്ന ആള് ഇലിയ അബുമാലി കേട്ടോ. ഇലിയ അബുമാലിയാണ്. ഓക്കെ, 7-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ 7-ാം വയസ്സ്. നെക്സ്റ്റ് ചോദ്യം. അവ്വൽ ദീവാൻ ഷാഇർ മഹ്ജരി ലഹറ വഹുവ ലം യതജാവ അസ്സാനിയത വൽ 20 മിൻ ഉംരിഹി. അദ്ദേഹം 22 വയസ്സാകുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാവ്യ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏത് കവിയാണ് എന്നാണ് ചോദ്യം. ഇലിയ അബുമാലി, റഷീദ് അയ്യൂബ്, മിഖായിൽ നഈമ, നസീബ് റൈല.
ഇലിയ അബു മാലി, റഷീദ് അയ്യൂബ്, മിഖാൽ നൈമ, നസീബ് റമ. ഇലിയ അബു മാലിയാണ് കേട്ടോ. ഇലിയ അബു മാലിയാണ് 911 തിൽക്കാറുൽ മാലി എന്നുള്ള അദ്ദേഹത്തിന്റെ ദീവാനെ പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെ, 1889 ജനിച്ച് 911 22ാമത്തെ വയസ്സിലാണ് എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നഹമായില്, ജദാവില്, തിബിറോ തുറാബ് എന്നുള്ള രചനകളും അദ്ദേഹത്തിന് ഓർക്കുക. നെക്സ്റ്റ് ചോദ്യം, ലഖദ് ഉലിദ ത്വാഹ ഹുസൈൻ ഫി നഫ്സിൽ ആം അല്ലദി ഉലിദ ഫീഹി അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്. അക്കാദ് ജനിച്ച അതേ വർഷം തന്നെയാണ് താഹ ഹുസൈൻ ജനിച്ചത്. അത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. വളരെ ഈസിയാണ്, ഞാൻ ഈടാക്കിയത്. 1889 താഹ ഹുസൈനും അക്കാദും ഒക്കെ ജനിക്കുന്നത്. ഇലിയാബുമാണ്. നെക്സ്റ്റ് ചോദ്യം, അദീബൻ ലബ്നാനിയൻ മുഫക്കിറുൻ വശാഇറുൻ വനാഖിദുൻ മിൻ അബ്റസ് റുവാദ് النحوة الأدبية الحديثة له خمس الجفون. അദ്ദേഹത്തിന്റെ രചനയാണ് ഹംസുൽ ജുഫൂൻ. ലബനാൻ സാഹിത്യകാരനാണ്, ചിന്തകനാണ്, കവിയാണ്, നാഖിദാണ്. അതുപോലെ മോഡേൺ അറബ് സാഹിത്യത്തിലെ നവോത്ഥാന നായകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഹംസുൽ ജുഫൂൻ എന്നുള്ള രചനയുണ്ട്. അതാര് എന്നാണ് ചോദ്യം. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, നസീബ് ഉറൈല, ഖലീൽ മിത്രാൻ, മിഖായിൽ നുഐമി. ഇതിൽ നാഖിദ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് മിഖായിൽ നുഐമിയിലേക്ക് എന്താവാം, ആൻസറിലേക്ക് എത്താം കേട്ടോ. ഓക്കെ, മിഖായിൽ നുഐമിയാണ് ഹംസുൽ ജുഫൂൻ എന്നുള്ള അദ്ദേഹത്തിന്റെ രചനയാണ്. സ്ക്രീൻ മാറിയിട്ടില്ല തോന്നുന്നു. 1 സെക്കൻഡ്, എന്തോ ഒരു പോലെ ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? إنه كان طبيبا وأديبا وفيلسوفا أندلسيا اشتهر بقصته الشهيرة التي تعد من أعلم أعمال القصة الفكرية في العصور الوسطى، والهدف منها الوصول إلى معرفة الخالق والإيمان به. ابن عبد ربه، ابن حزم، ابن طفيل، ابن شهيد. അദ്ദേഹം ഡോക്ടറാണ്, സാഹിത്യകാരനാണ്, ഫിലോസഫറാണെന്നൊക്കെ പറയുന്നു. ഇബ്നു തുഫൈലാണ്. അദ്ദേഹത്തിന് ഏത് രചനയെ കുറിച്ചാണ്? ഏത് രചനയെ കുറിച്ചാണ് പറയുന്നത്? ഹയ്യിബ്നു ഇഖ്ലാനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഇബ്നു തുഫൈലിന്റെ ഹയ്യിബ്നു ഇഖ്ലാനെ കുറിച്ചും. ഓക്കെ, من الشعراء الموشحات ومن أسرة الخليفة الأندلسي. മുവശഹാത്ത് കവികളിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ അന്തലൂസിയൻ ഖലീഫ കുടുംബത്തിൽപ്പെട്ട ആൾ കൂടിയാണ്. ആര് എന്നാണ് ചോദ്യം. വല്ലാദ ബിൻ അൽ മുസ്തഖ്ഫി, ഇബ്നു ഖഫാജ, ഇബ്നു സൈദൂൻ, ഹഫ്സ ബിൻ സിയാദ്. ഇതാണ് വല്ലാദ ബിൻ അൽ മുസ്തഖ്ഫിയാണ് കേട്ടോ. വല്ലാദ ബിൻ അൽ മുസ്തഖ്ഫിയാണ്. ഓക്കെ, ഉസ്റത്തുൽ ഖലീഫത്തുൽ അൻദലുസി എന്ന് കൂടി നമ്മൾ ആ പരാമർശം കൂടി നോക്കിയാൽ നമുക്ക് ആൻസറിലെത്താൻ പറ്റും. വല്ലാതെ മുസ്തഖ്ഫി. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിനൽ മുഅല്ലഫീന അൽ-അൻദലുസീന ഫി ഇൽമുൽ ഹദീസ്. ഇതൊക്കെ ഒരു ഗസ് ചെയ്ത് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ഈ വിഷയം പ്രത്യേകമായി പഠിക്കുന്നില്ലല്ലോ. ഇൽമുദ്ദീൻ ഖാസിം ബിൻ ബർസാലി, ആയിഷ ബിൻ അലി അസ്സൻഹാജ, ഇബ്നു ജസ്രി, അബൂബക്കർ അൽ-ഖുർത്തുബി. ഇതിൽ എന്താണ് ഇൽമുൽ ഹദീസിൽ രചന നിർവഹിച്ചിട്ടില്ലാത്ത പണ്ഡിതൻ ആര് എന്നാണ് ചോദ്യം. അബൂബക്കർ അൽ ഖുർത്തുബിയാണ് ആൻസർ. അബൂബക്കർ അൽ ഖുർത്തുബിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ലക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നെക്സ്റ്റ് ചോദ്യം മാച്ച് ദ ലിസ്റ്റ് ആണ്. അഖ്ദൽ ഫരീദ്, ഹയ്യിബ്നു ഇഖ്ലാൻ, തൗക്കുൽ ഹമാമ, ഹാനൂത്ത് അത്താർ, ഇബ്നു ഹസം, ഇബ്നു തുഫൈൽ, ഇബ്നു ഷുഹൈദ്, ഇബ്നു അബ്ദ് റബ്ബ. വളരെ ഈസിയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണല്ലേ? ഇബ്നു ഹസ്മ്, തൗക്കുൽ ഹമാമ, ഇബ്നു തുഫൈൽ, ഹയ്യിബ്നു ഇഖ്ലാൻ, ഇബ്നു ഷുഹൈദ്,
حانوت عطار بن عبد ربه كقد الفريد. اوكي next يوجد أسلوبه التعبيري بخيالاته الرقيقة الحلوة عبارته البسيطة الغنية بالموسيقى قد أحدث في العالم العربي هزة تفتحت لها نفوس الأجيال الجديدة من حملة الأقلام. من هو الكاتب المهجري? ഈ വിശേഷണങ്ങളൊക്കെ അർഹിക്കുന്ന മുഹ്ജർ എഴുത്തുകാരൻ ആര് എന്നാണ് ചോദ്യം. മിഖായിൽ നുഐമ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മിഷാൽ മഅലൂഫ്, നുദ്ര ഹദ്ദാദ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ് അല്ലേ? ജിബ്രാൻ ഖലീൽ ജിബ്രാനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സംഗീതാത്മകമായ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. നെക്സ്റ്റ് ചോദ്യം മാച്ച് ദ ലിസ്റ്റ് ആണ്. ഷുക്രുൽ അൽജർ, നുദ്ര ഹദ്ദാദ്, മഹ്മൂദ് ഷരീഫ്, തൗഫീഖ് സനഊദ്, സൗറത്ത് ഖാസാൻ, ജുസുറുൽ ഖത്തിഅ, അദബുന വ ഉദബാഉന ഫിൽ മഹാദിർ അൽ അംരീക്കിയ, ഔറാഖുൽ ഖരീഫ്. ആൻസറുകൾ വരട്ടെ. ഔറാഖുൽ ഖരീഫ് കണക്ട് ചെയ്ത് നോക്ക്. യെസ്, ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ സി ആണ്. അതായത് സൗറത്തു ഖാസാൻ, തൗഫീഖ് മഹ്മൂദ് ഷരീഫ്, ജുസുറുൽ ഖത്തിഅ, ഷുക്രുൽ അൽജർ, അദബുന വ ഉദബാഉന ഫിൽ മഹാദിർ അൽ അംരീക്കിയ, തൗഫീഖ് സനഊദ്, ഔറാഖുൽ ഖരീഫ് നുദ്ര ഹദ്ദാദിൻ്റെതാണ് കേട്ടോ. ഔറാഖുൽ ഖരീഫ് നുദ്ര ഹദ്ദാദിൻ്റെതാണ്. ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോർജ് സൈദഹിനില്ലേ? എങ്ങനെ? ജോർജ് സൈദഹിന്റെ അല്ലേ? അദബുന വഉദബാഉന ഫിൽ മഹാജിരി എന്നുള്ള അങ്ങനെ പുസ്തകം ജോർജ് സൈദഹിൻ്റെതാണോ? സർ അങ്ങനെ ഉണ്ടല്ലോ. അതാണല്ലോ. പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. ജോർജ് സൈദഹിൻ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടല്ലേ? ശുക്രൻ. നെക്സ്റ്റ് ചോദ്യം. കാന മുദീർ തഹ്രീർ മജല്ലത്തുൽ ഫുനൂൻ. മജല്ലത്തുൽ ഫുനൂനിന്റെ മജല്ലത്തുൽ ഫുനൂനിന്റെ ആളായിരുന്നുള്ളത്. നസീബ് ഉറയിലാണ് അല്ലെ? നമ്മളത് പറഞ്ഞു. 12-ൽ പ്രസ് സ്ഥാപിച്ചു, 13-ൽ മജല്ലത്തുൽ ഫുനൂൻ എന്താവുന്നു? പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെ, നസീബ് ഉറയിലാണ്. ولد أبو عمر أحمد بن محمد بن العاصي بن أحمد بن سليمان بن عيسى في قرطبة، واشتهر بن حزم بن شهير بن زيدون بن الرابع القسطلي. അബൂ ഉമർ അഹ്മദ് ആരാണ്? ഇബ്നു റബീഉൽ ഖസ്സലാണ്. അതുപോലെ അബൂ ഉമർ അഹ്മദ് ഒരാളും കൂടി ഉണ്ടല്ലോ. യെസ്, ഇബ്നു അബ്ദുറബ്ബ. അബൂ ഉമർ അഹ്മദ് ബിൻ അബ്ദുറബ്ബ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഖഫ്ല്, ഖർജ ഇതൊക്കെ ഏതിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം. ഖസ്ല്, റസാഇ, മുവഷ്ശഹ്, സിജ്ല്. ഖഫ്ല്, ഖർജ ഇതൊക്കെ ഏതിന്റെ ഭാഗമാണ്? യെസ്, ഖസ്ന്, സമത്ത് പിന്നെ കുറെ ഉണ്ടല്ലേ, പഠിച്ചതാണ്. ഓക്കെ, മുവഷ്ശഹിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ചോദ്യം. أين الجواب الصحيح عن التصريحين المذكورين أبناء؟ الموشح هو من أروع الشعر العربي تطورا باحتكاك العرب بالغرب مباشرة.
مقدم بن معافير القبري من شعراء الأمير عبد الله بن المرواني ومن مؤسسي الموشح. ഇതിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യാൻ പറയുന്നു. രണ്ടും ശരിയാണ് കേട്ടോ, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആദ്യം അവിടെ എന്താണ് രൂപം കൊണ്ടു, പിന്നീട് വെർബിൽ ആയിട്ട് എന്തായിട്ടുണ്ട്, കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്, വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് മുഖദ്ദം ബിൻ മആഫിർ അൽ ഖബരിയാണ് അതിന്റെ മുഅസ്സിസ്. അദ്ദേഹം അമീർ അബ്ദുല്ലാഹി ബിൻ മർവാനിയുടെ കവി കൂടിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈസ മിൻ ശുഅറാഇൽ അൻദലസ്. ഇബ്നു ദുറൈദാണ് കേട്ടോ, ഇബ്നു ദുറൈദാണ്. ഇബ്നു അബ്ദുറബ്ബി ഇബ്നു ഹാമിദ് ഇബ്നു ദുറൈദ് ഖസ്തിലേക്ക് എന്താണ്, ഷാഇറാണ് നമുക്കറിയാം അല്ലേ. ഒരു കോമൺ ഐഡിയ ഉണ്ടായാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ലൈസമിൻ ഷുഅറാഇൽ ചോദിച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് ജോലി. സിൽ മാഫിൽ അമൂദ് അലിഫ് മഅ മാഫിൽ അമൂദ് ബ. ഇഷൽ മാലൂഫ്, റഷീദ് അയ്യൂബ്, റഷീദ് സിനം അൽ ഖൂരി, മിഖാൽ നഈമ, مذكرات العطش، الزنازي، سجين الظلم، هي الدنيا. في ما في العمود ألف مع ما في العمود باء. ألف تمركنا ميشيل معلوف، رشيد أيوب، رشيد سليم الخولي، ميخائيل نعيمة. ബി തന്നിരിക്കുന്ന മുദക്കിറാത്തുൽ അർക്കശി, അസ്സമാസിൻ, സിജീനുൽ ളൽമി, ഹിയ ദുനിയ. ആൻസറുകൾ വരട്ടെ. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി മിഷാൽ മാറൂഫിൻ്റെതാണ് സജീനുൽ ളൽമ്. ഓക്കെ, റഷീദ് അയ്യൂബിൻ്റെതാണ് ഹിയ ദുനിയ അല്ലേ. റഷീദ് അയ്യൂബിൻ്റെതാണ് ഹിയ ദുനിയ. റഷീദ് സലീം അൽ ഖൂരിയുടേതാണ് അസ്സമാസിൻ എന്നുള്ളത്. മിഖായിൽ നഈമയുടേതാണ് മുദക്കിറാത്തുൽ അർക്കഷ് എന്ന് പറയുന്നത്. മുദക്കിറാത്തുൽ അർക്കഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതുവരെയായിട്ട് 2023 ഡിസംബർ വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഇന്ത്യ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏറെക്കുറെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് വളരെ ടഫായിരുന്നു. അതൊക്കെ പിന്നെ ഒരു ലക്കി എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി ആ 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ചു നിർത്തിയാൽ ഏറെക്കുറെ വളരെ പെരിഫറലായും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ നോക്കിയാൽ ഈ യൂണിറ്റിൽ നിന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, എങ്കിലും ചില ചോദ്യങ്ങൾ എന്തായാലും വരാറും ഉണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, ശുക്രൻ ലഹസ്മിസ്സുമായിക്കും, ബാറക്കല്ലാഹു ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ, അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.